ആഞ്ഞൊരു പിടിപിടിച്ചിട്ട് പോയാത്തത് അഭ്യങ്ങന്റെ. മതി വലിച്ചു കയറ്റിയത്. കിടന്നുറങ്ങാൻ നോക്ക്. അല്ലാത്ത ക്ഷീണം. ഞാൻ ഉറങ്ങാൻ പോവാ. അയ്യോ, അമ്മച്ചി മല്ലിങ്ങൊന്നും ഉറങ്ങിയിട്ടില്ല. കുമാര, കുമാര, കിഴക്കേ കുളത്തിൽ ചെന്ന് 101 മുങ്ങിയിട്ട് നിലവറിലേക്ക് വന്നോളൂ. ഞാൻ നിനക്ക് മന്ത്രോപദേശം തരാൻ പോകുകയാണ്. മോനെ, എന്റെ മോൻ തറവാട്ടിൽ മാന്ത്രികനാകാൻ പോകുകയാ. അമ്മയ്ക്ക് ചിലതൊക്കെ പറയാനുണ്ട്. നിന്റെ സ്വഭാവമെല്ലാം മാറ്റി നല്ലവനും ഭക്തനുമായി ജീവിക്കണം. നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കളഞ്ഞു കുളിക്കരുത്. നിലവറയുടെ കഥ കടച്ചിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കൂ. കിണ്ടിയെടുത്ത് ഇടത് കൈ വെള്ളയിലും ഭസ്മമെടുത്ത് വലത് കൈ വെള്ളയിലും വയ്ക്കൂ. ഇതുപോലെ നിൽക്കൂ. ഗരുഡസേവയ്ക്കുള്ള മൂലമന്ത്രമാണ് ആദ്യം ഞാൻ ഉപദേശിക്കാൻ പോകുന്നത്. ഗരുഡ പഞ്ചാക്ഷരി ചൊല്ലു. ക്ഷിപ ഓം സ്വാഹ. ക്ഷിപ ഓം ക്ഷിപ ഓം സ്വാഹ. ക്ഷിപ ഓം സ്വാഹ. ഓം നമഃ പക്ഷിരാജായ. ഓം നമഃ പക്ഷിരാജായ. സർവവിഷഭൂതരക്ഷ. 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 ഞാൻ മരിച്ച് 41-ാം ദിവസം നീ നമ്മുടെ കൊട്ടാരത്തിലേക്ക് ചെന്ന് അറ തുറക്കണം. പീഠത്തിന് മീതെയുള്ള ഉടവാളെടുത്ത് ഗരുഡദേവനെയും മറ്റ് മൂർത്തികളെയും ധ്യാനിക്കണം. പീഠത്തിൽ നിന്നും താളിയോല ഗ്രന്ഥം കരുതലോടെ എടുക്കണം. ഗ്രന്ഥങ്ങളിൽ രഹസ്യ മന്ത്രങ്ങളുണ്ട്. ഗ്രന്ഥങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് പഠിച്ചു കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവയ്ക്കണം. പിന്നീട് ഒരിക്കലും അറപ്പുര നീ തുറക്കാനേ പാടില്ല. നിന്റെ പിൻഗാമിക്ക് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. മനസ്സിലായോ? മരണം ആസന്നമായി എപ്പോ തോന്നുവോ അപ്പോ തന്നെ പിൻഗാമിയെ കണ്ടുപിടിച്ച് മന്ത്രോപദേശം കൊടുക്കണം. ഈ നിലവറയുടെ സൂക്ഷിപ്പുകാരനാണ് 5 തല നാഗം. മാന്ത്രികന് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. സങ്കടപ്പെടാതിരിക്കൂ കൂടപ്പിറന്നോളെ. എനിക്ക് അല്പം ഗംഗാജലം തന്നിട്ട് പിതൃക്കളെ ധ്യാനിക്കൂ. കുമാര, അറവാതക്കൽ പോയി ഗരുഡധ്യാനം ആരംഭിക്കൂ. ക്ഷിപ ഓം ക്ഷിപ ഓം ക്ഷിപ ഓം സ്വാഹ. ക്ഷിപ ഓം സ്വാഹ. എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ കൃഷ്ണപ്പുരം തരുന്നത് കണ്ടില്ലേ? ചിറക്കൽ കോവിലകത്തെ കാവിലമ്മേ, മങ്കുഅമ്മൂമ്മേ, എന്റെ പപ്പുവമ്മാവ, എന്നെ അനുഗ്രഹിക്കണമേ.
ദുർമന്ത്രവാദ പഠനം പഠിക്കല്ലാതെ പ്രയോഗിച്ചു. കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ. ആരാണത്? അതെ കുമാരേട്ടൻ, ഇത് കുമാരേട്ടന്റെ ലക്ഷ്മിക്കുട്ടിയാണ്. ഇങ്ങോട്ടൊന്ന് നോക്കൂ. എന്റെ പിന്നാലെ വരരുത്. ഓഹോ, എന്നെ ഭയപ്പെടുത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുമാരേട്ടനെ കൊണ്ടേ പോവും. എങ്ങോട്ട്? അതാ ആ പാലമരത്തിന്റെ മുകളിലാണ് എന്റെ വാസം. കുമാരേട്ടൻ വരൂ, നമുക്കൊന്നിച്ചവിടെ കഴിയാം. നീ ഇനി എന്നെ ശല്യം ചെയ്യുമോ? ഇല്ല കുമാരേട്ടാ. ശരി, സത്യം ചെയ്യേ. കുമാരേട്ടൻ ബ്രഹ്മചാരിയായി കഴിയുന്ന കാലത്തോളം ഞാൻ ശല്യം ചെയ്യില്ല. സത്യം, സത്യം, സത്യം. അമ്മ എന്താ കിടക്കാഞ്ഞത്? നീ വരാതെ ഞാൻ എങ്ങനെ സമാധാനമായി ഉറങ്ങും മോനെ? ദുർനിമിത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ലമ്മേ. ആവൂ, ഞാൻ വല്ലാണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഗ്രന്ഥങ്ങൾ എടുക്കാനായി പപ്പു പോകുമ്പോ എങ്ങു നിന്നോ വന്നൊരു പോത്ത് അവന്റെ നേരെ ചാടി വീണു. കൃഷ്ണപ്പരുന്ത് വന്ന് പോത്തിനെ തുരത്തി. അമ്മേ, എന്താ മോനെ? ഒരു പാവം പെണ്ണിനെ വിഷം തീണ്ടിയിരിക്കുന്നു. മന്ത്രപഠന സമയത്ത് തന്നെ നിനക്ക് ജ്ഞാനദൃഷ്ടി ലഭിച്ചുവോ? എല്ലാം തറവാടിന്റെ സുഹൃത്ത ഫലം. സമയമൊന്നുമില്ലേ? കുട്ടി എഴുന്നേൽക്കൂ. പതുക്കെ മോളെ.